സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഹനീഫയ്ക്ക് CB ഹനീഫയ്ക്ക് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലെ വ്യക്തിത്വങ്ങൾ, സദസ്സിലെ സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, ഒരുപാട് സമയം വൈകി നമ്മൾ കുട്ടികളുടെ ഒരുപാട് കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ്, എൻ്റെ സ്നേഹിതൻ ഹക്കിംകുട്ടയൊക്കെ വിവരിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടായിക്കാർ എന്ന ഒരു നാമധേയത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ നസ്രു ക്രിയേറ്റ് ചെയ്ത ഒരു സംഘടനയാണ്, ഒരു ഗ്രൂപ്പാണ്. കൂട്ടായിക്കാരെന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നെയാണ് എൻ്റെ കൂട്ടായി എന്ന നാമധേയത്തിൽ രൂപം കൊണ്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അയൽവാസികളും ചേർന്ന് ഒരു സൗഹൃദ കൂട്ടായ്മ എന്ന രൂപത്തിൽ ആശയങ്ങളൊക്കെ കൈമാറാനാണ് കൂട്ടായിക്കാർ എന്ന വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. അതിലിങ്ങനെ ഇടയ്ക്ക് ആളുകളെ ചേർക്കുകയും അതിലേക്കാണ് ഞാനൊരു മെമ്പറായിട്ട് കടന്നു വന്നത്. പക്ഷേ പിന്നീട് രാഷ്ട്രീയ തർക്കങ്ങളും സുന്നി മുജാഹിദ് തർക്കങ്ങളും APK പ്രശ്നങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട് ആ ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ട ഒരു കാലഘട്ടം വന്നു. അതിനുശേഷമാണ് എൻ്റെ കൂട്ടായി എന്ന നാമധേയത്തിൽ രണ്ടാമത് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി വരുന്നതും. ആ കാലത്ത് ഞാനും പുളിഞ്ചോട് സൈർ, നാലങ്കണ്ടം സൈർ, ഞങ്ങൾ 3 ആളാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം വളരെ കർശനമായ നിലപാട് സ്വീകരിച്ച് ഈ ഗ്രൂപ്പിനെ ഇന്നത്തെ ഈ രൂപത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിൽ സഹിച്ചിട്ടുണ്ട്. വ്യക്തിബന്ധങ്ങൾ തന്നെ ഒരുപാട് തകർന്നു, കുടുംബ ബന്ധങ്ങൾക്ക് തന്നെ കോട്ടം തട്ടി ഈ ഗ്രൂപ്പ് കൊണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാടിലും നാടിൻ്റെ അയൽ പ്രദേശങ്ങളൊക്കെ ഈ എൻ്റെ കൂട്ടായി എന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മക്ക് നല്ല പേരും പെരുമയും ഉണ്ടായി. ഒരുപാട് ചാരിറ്റി, ഒരുപാട് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി എൻ്റെ കൂട്ടായി അന്നും ഇന്നും നിലകൊള്ളുന്നു. ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഒരു 12 ലക്ഷം റുപ്യ എൻ്റെ ചാരിറ്റി നമ്മുടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് സഹായങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള തുച്ഛമായ വരുമാനം തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മെമ്പർമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരുടെയും പുറത്തുനിന്നുള്ള കുറേ സഹായങ്ങളും നമുക്ക് കിട്ടി. ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നമ്മൾ എൻ്റെ കൂട്ടായി ഒരു കൈത്താങ്ങായിട്ടുണ്ട്. അതിൽ നമ്മളെ ഗ്രൂപ്പ് മെമ്പർമാരെ മറക്കാൻ പറ്റില്ല. അവരുടെ സഹായങ്ങളും സഹകരണങ്ങളും കൂടി കൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇന്നും നിലനിൽക്കുന്നത്. നാളെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായങ്ങളും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ കുടുംബസംഗമത്തിന് ആശംസകൾ നേരുന്നതാണ് എൻ്റെ കർത്തവ്യം. ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് എൻ്റെ കൂട്ടായി വാട്സാപ്പ് കൂട്ടായ്മ.